കേരളത്തിലെ പല പ്രൊഫഷണൽ കോളേജുകളുടെ ഹോസ്റ്റൽ മുറികളിൽ യഥാർത്ഥത്തിൽ ഈ സർജറി ചെയ്യുമ്പോൾ കൃത്യത വരാൻ ഈ സാധനം ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഡോക്ടേഴ്സ് കേരളത്തിലുണ്ട്. ഇവര് മുമ്പിലൊക്കെ പോയി ടേബിളിൽ പോയി കിടന്നു കൊടുത്താലുണ്ടല്ലോ, അവര് കാല് വരെ കൈക്ക് ഓപ്പറേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അതൊരു അന്ധവിശ്വാസമാണ്. ഈ അല്പം മദ്യം ബോധത്തെ തെളിയിക്കും എന്ന് പറയുന്നത് തീർച്ചയായും ബോധമില്ലായ്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ശരിക്കും ബോധമില്ലായ്മ. അപ്പൊ ഞാൻ പറഞ്ഞാല് എന്റെ കലാജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മുടെ സർഗശേഷി കൂട്ടുന്ന ഒന്നായിട്ട് ഞാൻ മദ്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയെ കാണുന്നില്ല. ഉള്ള സർഗശേഷി കളയുന്നതായിട്ടാണ് എന്റെ തോന്നിയിട്ടുള്ളത്. താങ്കൾ എന്താ പറയാൻ വന്നേ? സാറ് ആദ്യം പറഞ്ഞ ആ ഒരു വിഷയത്തിൽ നിന്ന് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഇവിടെ വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത് 24 ന്യൂസിൽ തന്നെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വന്നിട്ടുള്ള, അതായത് സ്വന്തം അമ്മയെ മദ്യം കാരണം ബലാത്സംഗം ചെയ്ത മക്കളുള്ള നാടാണ് നമ്മുടെ കേരളം. മദ്യം കഴിച്ച് ആ മദ്യലഹരിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ സ്വന്തം മാതാവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോക്സോ കേസുകൾ നിരവധി പോക്സോ കേസുകൾ ഉണ്ടാകുന്നുണ്ട്. അബോർഷൻ ചെയ്യപ്പെടുന്ന കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള അബോർഷൻ ചെയ്യപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടെ നിരവധിയുണ്ട്. ഉദാഹരണങ്ങളിൽ നമുക്ക് അധ്യാപകനായ സന്ദീപ്, അദ്ദേഹത്തെ എടുത്ത് പരിശോധിച്ചാൽ ഒരു ഡോക്ടറുടെ കൊലപാതകയാണ്. അദ്ദേഹം മറ്റു മയക്കുമരുന്നുകളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് മദ്യമാണ്. അതുപോലെ തന്നെ ചേർത്തലയിലെ മഹേഷ് എന്ന അച്ഛൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ക്രൂരമായിട്ട് സ്വന്തം 6 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ അച്ഛനാണ്. അപ്പോൾ ഈ ക്രൂരമായ കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് സിന്തറ്റിക് ലഹരികളുടെയും സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അത് തീർച്ചയായും അത് അംഗീകരിക്കപ്പെടേണ്ടതല്ല. തീർച്ചയായിട്ടും അത് സമൂഹം തിരിച്ചറിഞ്ഞ്, രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞ് മക്കളെ തിരുത്തി ലോകത്ത് ഞാനൊരു MBBS ഞാൻ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു കൗമാരപ്രായത്തിൽ മദ്യപിച്ചിരുന്ന ഒരാളാണ്. മാറാൻ കാര്യം പുനർജനിയിലെ ജോൺസൺ മാഷാണ്. അദ്ദേഹത്തിന്റെ മകനോട് ഇരിപ്പുണ്ട്, സൂരജ് ജോൺസ് കൂടി ഇരിപ്പുണ്ട്, ഡോക്ടർ ജോൺസ് കെ മംഗലം. അദ്ദേഹത്തിന്റെ മരുന്നും മന്ത്രങ്ങളും ഒന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ മാത്രം മാറി 7500-ലധികം പേരെ തിരിച്ച് ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം നാളിതുവരെ 7500-ലധികം പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ തീർച്ചയായും നിലനിർത്താൻ പറ്റുന്നുണ്ടോ അവർക്ക്? അതിൽ കുറേ പേർക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട്. ഇതേപോലുള്ള ഇപ്പം ഫിലിപ്പോസ് സാർ പറഞ്ഞിട്ടുള്ള അതേപോലത്തെ സമൂഹത്തിലേക്ക് ചെന്ന് തിരിച്ചു വീണ്ടും ഇറങ്ങുമ്പോൾ അവരെ കാണിക്കുന്നത് പ്രയാസമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.